ഫ്രണ്ട്സ്, കേരള PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് വുമൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് സ്ത്രീകൾക്കായി ആചരിക്കുന്ന ചില പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫെബ്രുവരി 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ടു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ജൂൺ 23 ഇന്റർനാഷണൽ വിഡോസ് ഡേ. ഒക്ടോബർ 15 ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ. നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വുമൻ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഫെബ്രുവരി 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ടു ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ. ജൂൺ 23 ഇന്റർനാഷണൽ വിഡോസ് ഡേ. ഒക്ടോബർ 15 ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വുമൻ. നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വുമൻ. മാർച്ച് 8 നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് 8. 1911 മുതലാണ് അന്താരാഷ്ട്ര തലത്തിൽ മാർച്ച് 8 വുമൻസ് ഡേ അഥവാ വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഏത് വർഷം മുതലാണ്? 1911 1911 തൊട്ടാണ് മാർച്ച് 8 വുമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് അഥവാ UN അന്താരാഷ്ട്ര വനിതാ ദിനമായി മാർച്ച് 8 പ്രഖ്യാപിച്ചത് 1975. അപ്പോൾ 1911 മുതൽ അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്നുണ്ട് വനിതാ ദിനമായിട്ട് മാർച്ച് 8. പക്ഷേ യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ചത് 1975. 2021 മാർച്ച് 8 തീമായിരുന്നു വുമൻ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. അപ്പോൾ എന്തായിരുന്നു തീം? 2021 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീമായിരുന്നു വുമൻ ഇൻ ലീഡർഷിപ്പ് അച്ചീവിംഗ് ആൻ ഈക്വൽ ഫ്യൂച്ചർ ഇൻ എ COVID-19 വേൾഡ്. അടുത്ത 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇന്റർനാഷണൽ വുമൻസ് ഇയർ ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് ആഘോഷിച്ച വർഷമാണ് 1975. അപ്പോൾ 1975 ഇന്റർനാഷണൽ വുമൻസ് ഇയർ ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത്. അതുകൂടാതെ 1976 മുതൽ 1985 വരെയുള്ള 10 വർഷമാണ് യുണൈറ്റഡ് നേഷൻസ് സ്ത്രീകൾക്കായുള്ള ദശാബ്ദമായിട്ട് ആഘോഷിച്ചത്. 1976-85 UN ഡെക്കേഡ് ഫോർ വുമൻ ഇക്വാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പീസ്. 1975 ഇന്റർനാഷണൽ വുമൻസ് ഇയർ ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചത്. അതുകൂടാതെ അതിൻ്റെ അടുത്ത വർഷം 1976 മുതൽ 1985 വരെ UN ഡെക്കേഡ് ഫോർ വുമൻ ഇക്വാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പീസ് ആയിട്ട് ആചരിക്കുകയുണ്ടായി. സ്ത്രീ പുരുഷ തുല്യത, സ്ത്രീ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താണ്? തുല്യതയെക്കുറിച്ച് പറയുന്നതാണ്. ഇക്വാലിറ്റി എന്തിൻ്റെയൊക്കെ ബേസിസിൽ? പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ബേസിസിലുള്ള ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. അപ്പം എല്ലാവരും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്നൊരു പോയിന്റ് അതിൽ ഉൾപ്പെടുന്നു. അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് എക്സെട്ര. അപ്പം ഏതെങ്കിലും ഒരു പൗരനെ ജാതി, മതം, ലിംഗം ഇതിൻ്റെയൊക്കെ ബേസിസിൽ വിവേചിച്ച് കാണുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അടുത്താണ് ആർട്ടിക്കിൾ 15(3). ആർട്ടിക്കിൾ 15(3) എന്താ പറയുന്നത്? അലൗസ് ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് സമ്മതം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(3). അടുത്തത് ആർട്ടിക്കിൾ 16. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് അപ്പോയിൻമെന്റ്. പൊതുനിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. അടുത്തത് ആർട്ടിക്കിൾ 39A റൈറ്റ് ടു മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്.
എല്ലാവർക്കും ഒരു നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളതാണ് എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 39C ആണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. അതാണ് ആർട്ടിക്കിൾ 39C. അടുത്താണ് ആർട്ടിക്കിൾ 42 ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ വർക്കിംഗ് കണ്ടീഷൻ, അതായത് ജോലി സ്ഥലത്തെ നീതിയും സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 51AC ആണ് റെനൗൺസ് ദ പ്രാക്ടീസസ് അഗൈൻസ്റ്റ് ഡിഗ്നിറ്റി ഓഫ് വുമൺ, സ്ത്രീകളെ ഡിഗ്നിറ്റിയെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ തടയുന്നതിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51AC എന്ന് പറയുന്നത്. അടുത്ത രണ്ട് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 243D-യിലെ 3-ഉം 243T-യിലെ 3-ഉം. ഇത് രണ്ടും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിലാണെങ്കിൽ D3-യും T3 എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഇലക്ഷനിലും സ്ത്രീകൾക്ക് ടോട്ടൽ സീറ്റ്സിൻ്റെ 1/3 റിസർവ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പം 243D3 എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനിലെ ടോട്ടൽ സീറ്റ്സിൽ 1/3 ഭാഗം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കാനും 243T3 പറയുന്നത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ 1/3 സീറ്റ്സ് വുമണിന് വേണ്ടി റിസർവ് ചെയ്യാനുമാണ്. അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ചില പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956. 1950 മെയ് 9 ന്യൂയോർക്കിൽ വെച്ച് ഒപ്പിട്ട ഇന്റർനാഷണൽ കൺവെൻഷൻ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള, അതായത് ഇമ്മോറൽ ട്രാഫിക്കിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കൺവെൻഷന് ചുവട് പിടിച്ച് അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഇനാക്ട് ചെയ്യപ്പെട്ട ഒരു ലോയാണ് ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956. എന്താണ് അപ്പം ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഏത് വർഷമാണ്? 1956. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961 ജൂലൈ 1. ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായിട്ട് ജോയിന്റ് സെഷൻ നടത്തി പാസാക്കിയ ആക്ടാണ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഏത് വർഷമാണ്? 1961. നിലവിൽ വന്നതെന്നാണ്? 1961 ജൂലൈ 1. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? ഇത് സ്ത്രീധന നിരോധന നിയമമാണ്, അതൊക്കെ. അതല്ലാതെയുള്ള പ്രത്യേകതയാണ് ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി ജോയിന്റ് സെഷൻ നടത്തി പാസാക്കിയ ആക്ടാണ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 അല്ലെങ്കിൽ സ്ത്രീധന തുകയുമാണ് ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിന്റെ അമെൻഡ്മെന്റ് നടത്തിയിരിക്കുന്നത് 1986. അപ്പം ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അടുത്തതാണ് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ആക്ട്. ഏതാണ്? ദ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986. 1987 ഒക്ടോബർ 2 ഈ ആക്ട് നിലവിൽ വന്നത്. പരസ്യം, പബ്ലിക്കേഷൻസ്, റൈറ്റിംഗ്സ്, പെയിന്റിങ്സ്, ഫിഗേഴ്സ്, ഇതിലെല്ലാം സ്ത്രീകളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് തടയാൻ ഉള്ള ആക്ടാണ് ദ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1986. അടുത്തത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതായത് നമ്മുടെ ഗാർഹിക പീഡന നിയമം. ഏതു വർഷമാണ്? 2005. ഇത് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിയമം എന്താണ്? കുടുംബത്തിനുള്ളിൽ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുവാൻ വേണ്ടിയുള്ള നിയമമാണ് ഗാർഹിക പീഡന നിയമം. അപ്പം ഗാർഹിക പീഡന നിയമം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. എന്തിനു വേണ്ടിയുള്ളതാണ്? കുടുംബത്തിനുള്ളിൽ തന്നെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുവാൻ വേണ്ടി. ഇതുകൂടാതെ ഈ ആക്ടിനെ കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇതിന് ഉത്തരവിറക്കുന്നത് ആരാണ്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഇതിൻ്റെ അന്വേഷണം നടത്തി ഇതിനുള്ള ഉത്തരവ് ഇറക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്.
60 ദിവസമാണ് തീർപ്പ് കൽപ്പിക്കുവാൻ എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കുവാൻ നൽകിയിരിക്കുന്നത് 60 ദിവസമാണ്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഓരോ ജില്ലയിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കും. അപ്പം എന്തൊക്കെയാണ് ഉത്തരവ്, ഗാർഹിക പീഡന നിയമത്തെ സംബന്ധിച്ച ഉത്തരവ് അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ആരുടെ മുന്നിലാണ്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിലാണ്. 60 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കണം. ഓരോ ജില്ലയിലും ഓരോ പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കും അന്വേഷണത്തിനായി. അടുത്തതാണ് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയുവാനായി നിലവിൽ വന്ന ദ സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ആക്ട് 2013. അപ്പം എന്തിനു വേണ്ടിയുള്ളതാണിത്? ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം തടയുവാനായി. നിലവിൽ വന്നത് 9 ഡിസംബർ 2013. അപ്പോൾ ദ സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ആക്ട് 2013 നിലവിൽ വന്നത് ഡിസംബർ 9, 2013 ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് 14, 15, 21 എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് നിലവിലിരിക്കുന്നത്. അപ്പം ദ സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ആക്ട് 2013. അപ്പം അടുത്തതായി നമുക്ക് കുറച്ച് ഓർഗനൈസേഷൻസ് പഠിക്കാം. അതായത് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ നോക്കാം. ഒന്നാമത്തേതാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്. 1953 ഇത് നിലവിൽ വന്നത്. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് നിലവിൽ വന്നത് 1953. ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി, വുമൺ, ചിൽഡ്രൻ, അതായത് കുടുംബം, സ്ത്രീ, കുട്ടികൾ ഇവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസ്, സഹായം നൽകുന്നതിന് വേണ്ടി നിലവിൽ വന്നൊരു ബോർഡാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്. ഇത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് ഈ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്ററാണ് സ്മൃതി ഇറാനി. അപ്പം സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. 1953 ഇത് നിലവിൽ വരുന്നത്. ഇത് നിലവിൽ വന്നപ്പോൾ ഇതിന്റെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്, ദുർഗാബായ് ദേശ്മുഖ് ആണ്. അവരൊരു പ്രശസ്തയായൊരു സാമൂഹിക പ്രവർത്തകയാണ് ദുർഗാബായ് ദേശ്മുഖ്. അവരാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ ആദ്യത്തെ ചെയർ എന്ന് പറയുന്നത്. അപ്പം ഇത് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ, അതായത് ഫാമിലി, വുമൺ ആൻഡ് ചിൽഡ്രൻ ഇവരുടെ ക്ഷേമത്തിലായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡാണ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്. 1953 നിലവിൽ വന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ഇതിന്റെ ചില ക്വിക്ക് പോയിന്റ്സ് ആണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 1990 ആക്ട് പ്രകാരം 1992 ജനുവരി 31 നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നിലവിൽ വരുന്നത്. അപ്പം ആക്ട് ചോദിക്കുവാണെങ്കിൽ 1990 ആക്ട് ആണ്. നിലവിൽ വന്നത് 1992 ജനുവരി 31. ടോട്ടൽ മെമ്പേഴ്സ് 6 പേരാണ്. ഒരു ചെയറും 5 മെമ്പേഴ്സും ഉൾപ്പെട്ട് 6 മെമ്പേഴ്സാണുള്ളത്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് നിർഭയ ഭവൻ, ഡൽഹി. അതിന്റെ പബ്ലിക്കേഷൻ ആണ് രാഷ്ട്ര മഹിള. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ പബ്ലിക്കേഷൻ ആണ് രാഷ്ട്ര മഹിള. ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ജയന്തി പട്നായിക്, ഇപ്പോഴത്തേത് രേഖ ശർമ്മ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് ജയന്തി പട്നായിക്, ഇപ്പോഴത്തേത് രേഖ ശർമ്മ. നിലവിൽ വന്നത് 1992 ജനുവരി 31. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് നിർഭയ ഭവൻ, ഡൽഹി. പബ്ലിക്കേഷൻ ആണ് രാഷ്ട്ര മഹിള. കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച്. ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് സുഗതകുമാരി, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ MC ജോസഫൈൻ,
കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഇത്രയാണ് കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. എന്തൊക്കെയാണ്? നിലവിൽ വന്നത് 1996 മാർച്ച്. ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ MC ജോസഫ് വൈൻ. കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി.